ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് ഫാത്തിമ ഷമീർ. കേക്ക് ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരുണ്ടാവില്ലല്ലോ അല്ലേ? അപ്പോൾ ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് വളരെ സിമ്പിളായിട്ട് നിങ്ങളെ കേക്ക് ഉണ്ടാക്കാൻ പഠിപ്പിക്കുക എന്നതാണ്. കേക്ക് ഉണ്ടാക്കാൻ പഠിപ്പിക്കുക എന്നാൽ അതിൻ്റെ ബേസിക്കും ഇത്തിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഇതിൽ ഉൾപ്പെടും കേട്ടോ. അപ്പോൾ ഇത്ര നേരം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നതൊക്കെ ഞാൻ ഉണ്ടാക്കിയ എൻ്റെ സ്വന്തം കേക്കുകളാണ്. അപ്പോൾ നീ ആരാ ഈ ബേക്കിംഗ് ക്ലാസ് എടുക്കാൻ എന്നൊക്കെ ആരുടെയെങ്കിലും മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് മാറിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഈ കേക്കിൻ്റെ ഫോട്ടോസൊക്കെ ഇട്ടത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബേക്കിംഗ് ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ബേസിക് ആയിട്ടുള്ള കുറച്ച് ടൂൾസാണ്. അഡ്വാൻസ്ഡ് ടൂൾസ് ഒന്നും ഞാൻ പരിചയപ്പെടുത്തുന്നില്ല. നമ്മൾ ഒരു ഹോം ബേക്കർ ആവണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ അതാണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് കേക്ക് ടിന്നുകൾ പരിചയപ്പെടാം. എൻ്റെ കയ്യിലുള്ള റൗണ്ട് ടിന്നുകളാണ് ഈ കാണുന്നതൊക്കെ. ഇതൊന്നും ഞാൻ ഒന്നിച്ച് പോയി വാങ്ങിയിട്ടുള്ളതല്ല, പലപ്പോഴായിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. ഈ കാണുന്നത് 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ്. ഞാൻ ആദ്യമായിട്ട് വാങ്ങിയിട്ടുള്ള കേക്ക് ടിന്നാണ് കേട്ടോ ഇത്. ഞാനിത് 1 kg കേക്ക് ഉണ്ടാക്കാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ഒരുപാട് പൊക്കത്തിലുള്ള കേക്കൊന്നും കിട്ടില്ല. നല്ല പരന്നിട്ടുള്ള കേക്ക് ഉണ്ടാക്കാനൊക്കെയാണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഓക്കെയാണ്. അടുത്തത് 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ്. ഇത് പക്ഷേ കുറച്ച് ഉയരം കൂടിയ ടൈപ്പാണ് കേട്ടോ. നമ്മളെ കയ്യിലുള്ള 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ 3/4 കിലോൻ്റെ കേക്കാണ് ഉണ്ടാക്കാൻ പറ്റുക. പക്ഷേ ഈ ഒരു ടിന്നിൽ നമുക്ക് 1 kg കേക്കൊക്കെ ചെയ്യാനായിട്ട് പറ്റും. ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് ഈ ഒരു കേക്ക് ടിന്നാണ് കേട്ടോ. ഈ കാണുന്നത് 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ്. സാധാരണ നമ്മൾ 1/2 kg കേക്ക് ഉണ്ടാക്കാനായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മളുടെ കയ്യിൽ 2 കേക്ക് ടിൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ടോൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. മേലെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ടോൾ കേക്ക് ഉണ്ടാക്കാം. പിന്നെ അടുത്തതായിട്ടുള്ളത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ചെറിയ കേക്ക് ടിന്നാണ്. ഇത് 4 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് കേട്ടോ. ഇത് ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് ടയർ കേക്ക് ഉണ്ടാക്കുമ്പോൾ 3 ടയർ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മേലത്തെ ആ ഒരു ടയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മിനി കേക്ക് ഉണ്ടാക്കാനും നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. ഇത് 10 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ്. ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് 2 kg കേക്ക് ഉണ്ടാക്കാനാണ്. 1 kg കേക്കും നമുക്കിതിൽ ഉണ്ടാക്കാം. അപ്പോൾ നല്ല അധികം പൊക്കമില്ലാത്ത നല്ല പരന്നിട്ടുള്ള കേക്ക് കിട്ടും. ഇത് കൂടുതലും ഞാൻ യൂസ് ചെയ്യാറുള്ളത് ടയർ കേക്ക് ഉണ്ടാക്കുമ്പോഴാണ്. അല്ലാന്നുണ്ടെങ്കിൽ 2 kgയുടെ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം കാണിച്ച 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നില്ലേ, അതിൽ 2 കേക്ക് ഉണ്ടാക്കിയിട്ട് മേലെ വെക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഈ കാണുന്നത് ഞാൻ മോസ് കേക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കേക്ക് ടിന്നാണ്. കണ്ടോ, അടിയിൽ നിന്ന് നമുക്കിങ്ങനെ പൊക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി കാണിക്കുന്നത് എൻ്റെ കയ്യിലെ ഹാർട്ട് ഷേപ്പിലുള്ള കേക്ക് ടിൻസാണ്. ഇത് 2 എണ്ണമാണ് എൻ്റെ കയ്യിലുള്ളത്. ഒന്ന് 1/2 kgയുടെ കേക്ക് ഉണ്ടാക്കുന്നതും വേറെ ഒന്ന് 1 kgയുടെ കേക്ക് ഉണ്ടാക്കുന്നതും. പിന്നെ ഈ കാണുന്നത് ഞാൻ ബോളിൻ്റെ ആകൃതിയിലുള്ള കേക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കേക്ക് ടിന്നാണ്. ഇത് 1/2 kg കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന കേക്ക് ടിന്നാണ്. ഈ കാണുന്നത് ഞാൻ 1 kg സ്ക്വയർ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കേക്ക് ടിന്നാണ് കേട്ടോ. പിന്നെ ഈ കാണുന്നത് ഞാൻ 2 kg കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന കേക്ക് ടിന്നാണ് കേട്ടോ. ഇത് ഓവൽ ഷേപ്പിലുള്ളൊരു 1/2 kg കേക്ക് ടിന്നാണ്. ഇത് ഞാൻ അങ്ങനെ യൂസ് ആക്കിയിട്ടില്ല. ഇത് കണ്ടപ്പോൾ എനിക്ക് നല്ലൊരു ഇഷ്ടം തോന്നി, അങ്ങനെ വാങ്ങി വെച്ചിട്ടുള്ളതായിരുന്നു. പിന്നെ ഇത് ഞാൻ ഡോൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കേക്ക് ടിന്നാണ് കേട്ടോ. പക്ഷേ ഇതിനെക്കാട്ടിലും കുറച്ചും കൂടെ നല്ലത് ആ അലുമിനിയം ടൈപ്പിലുള്ള കേക്ക് ടിൻ തന്നെയാണ്. കണ്ടില്ല, ഉള്ളൊക്കെ ഒരിത്തിരി കച്ചറായി തുടങ്ങി. ഈ കാണുന്നത് നമ്മൾ യൂസ് ആക്കുന്നത് കപ്പ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് 6 കപ്പ് കേക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു മോൾഡാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ ഒരു മോൾഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള നല്ല കട്ടിയുള്ള പേപ്പർ കപ്പ് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് കപ്പ് കേക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. 10 എണ്ണമുള്ള ഈ ഒരു പാക്കിന് 55 രൂപയാണ് റേറ്റ് വരുന്നത്. നമ്മൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സ്പോഞ്ച് കേക്ക് ബേക്ക് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് മെഷർമെൻറ്റ് കപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൂളാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള മെഷർമെൻറ്റ് കപ്പാണ് ഈ കാണുന്നത്. അതായത് ഞാൻ ആദ്യം വാങ്ങിയിട്ടുള്ള മെഷർമെൻറ്റ് കപ്പ്. ഇത് 250 ml ആണ് 1 കപ്പ് വരുന്നത്. പിന്നെ ഇതിൻ്റെ 1/2 കപ്പ്, 1/4 കപ്പ്, പിന്നെ ടീസ്പൂൺ അങ്ങനെ സെറ്റായിട്ടാണ് വരുന്നത്. ഈ കാണുന്നതും എൻ്റെ കയ്യിലുള്ള മെഷർമെൻറ്റ് കപ്പുകളുടെ സെറ്റാണ്. ഇതും 1 കപ്പ് 250 ml തന്നെയാണ് വരുന്നത്.
അടുത്തതായി വേണ്ടത് മെഷറിംഗ് സ്പൂൺസ് ആണ്. ഇതിപ്പോൾ ടേബിൾ സ്പൂൺ, ടീസ്പൂൺ എന്നിങ്ങനെയാണ്. പലർക്കും സംശയമുള്ള കാര്യമാണ് ടേബിൾ സ്പൂൺ, ടീസ്പൂൺ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഈ കാണുന്ന വലുതാണ് ടേബിൾ സ്പൂൺ, ഈ കാണുന്ന ചെറുതാണ് ടീസ്പൂൺ. ഓക്കെ, അപ്പോൾ എൻ്റെ കയ്യിൽ കാണുന്ന ഈ റെഡ് ഇത് സ്പൂണിൽ 1/2 ടീസ്പൂണും വരുന്നുണ്ട്, 1 ടീസ്പൂണും വരുന്നുണ്ട് കേട്ടോ. പിന്നെ താഴെയുള്ളത് 1/4, 1/8 സ്പൂൺ വരുന്നത്. ഇത് ഞാൻ സോൾട്ടൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള ബൗളുകളാണ്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ബാറ്റർ റെഡിയാക്കാനും പിന്നെ ക്രീം ബീറ്റ് ചെയ്യാനുമാണ്. അപ്പോൾ ക്രീം ബീറ്റ് ചെയ്യാനായിട്ട് ഇതുപോലെയുള്ള നല്ല കട്ടിയുള്ള ബൗളുകളാണ് ഏറ്റവും നല്ലത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തെടുത്താലും കുറേ നേരത്തിന് തണുപ്പ് അതിൽ നിൽക്കും. അടുത്തതായി നമുക്ക് അത്യാവശ്യം വേണ്ട 2 ടൂൾസാണ് ബ്രഷും സ്പാച്ചിലയും. ഇതിൽ ബ്രഷ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേക്ക് ടിന്നിലൊക്കെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനും നമ്മുടെ സ്പഞ്ചിൽ ഷുഗർ സിറപ്പ് ചേർക്കാനുമാണ്. സ്പാച്ചില നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ബാറ്റർ ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ശരിക്കും നമ്മളുടെ കയ്യിൻ്റെ ആ ഒരു ഉപയോഗം തന്നെയാണ് വരുന്നത്. കാരണം നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണിത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും നമ്മുടെ ബാറ്റർ. അടുത്തതായി വേണ്ടത് ഓവനാണ്. ഓവൻ ഇല്ലാത്തവർക്ക് കുക്കറിൽ വേണമെങ്കിലും കേക്ക് ഉണ്ടാക്കാം. ഇൻഷാ അല്ലാ അതൊക്കെ നമുക്ക് പിന്നൊരു ക്ലാസ്സിൽ പറയാം ഡീറ്റെയിൽ ആയിട്ട്. നമ്മളൊരു ഹോം ബേക്കറാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിൽ അത്യാവശ്യം വേണ്ട ഒരു സംഭവമാണ് ഈ ബീറ്റർ. എഗ്ഗ് ബീറ്റ് ചെയ്യാനും പിന്നെ ക്രീം ബീറ്റ് ചെയ്യാനും ഒക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും ഇത് യൂസ് ചെയ്യുന്നത്. ബീറ്റർ വാങ്ങുമ്പോൾ എപ്പോഴും നല്ല കമ്പനിയുടെ ബീറ്റർ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മളുടെ കയ്യിലിപ്പോൾ അഥവാ ബീറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കതാ ഈ ഒരു എഗ് വിസ്ക് വെച്ചിട്ടും നമ്മളെ എഗ്ഗ് ബീറ്റ് ചെയ്യാനും ക്രീം ബീറ്റ് ചെയ്യാനും ഒക്കെ പറ്റും. പക്ഷേ നമ്മൾ ആ ഒരു ബീറ്ററിൻ്റെ അത്രക്കും അങ്ങോട്ട് ഫലപ്രദമാവുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇല്ല കേട്ടോ. ഓവനിലല്ലാതെ നമ്മൾ കുക്കറിലോ വേറെ പാത്രത്തിലോ ബേക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഈ കാണുന്ന ഈ ഒരു ടൂള്. നമുക്ക് ഉപ്പ് താഴെ നിരത്തിയിട്ട് അതിൻ്റെ മേലെ കേക്ക് ടിൻ വെക്കുന്നതിന് പകരം ഇത് വെച്ചിട്ട് ഇതിൻ്റെ മേലെ കേക്ക് ടിൻ വെച്ചിട്ട് ബേക്ക് ചെയ്യാൻ പറ്റും. നമ്മളുടെ കേക്കിൽ ക്രീം സ്പ്രെഡ് ചെയ്യാനും ലെവൽ ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന പാലറ്റ് നൈഫാണ് ഇത് രണ്ടും കേട്ടോ. ഇത് നമുക്ക് രണ്ട് സൈസിൽ എന്നല്ല ഒരുപാട് സൈസിൽ നമുക്ക് കിട്ടും. വലിയ കേക്കുകൾക്ക് വലിയ സൈസിലുള്ള പാലറ്റ് നൈഫ് യൂസ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടുന്ന ഒരു സംഭവമാണ് ഇതുപോലെ നല്ല നീളത്തിലുള്ളൊരു നൈഫ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ കേക്ക് ലെയേഴ്സായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നൈഫ് വെച്ച് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ടൂളാണ് ഈ കാണുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് കേക്ക് ലെയേഴ്സായിട്ട് കട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ കാണുന്നതാണ് കേക്ക് സ്ക്രാപ്പേഴ്സ്. അപ്പോൾ ഇത് നമുക്ക് പ്ലാസ്റ്റിക്കിലും സ്റ്റീലിലും ഒക്കെ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ വേണ്ടി കിട്ടും. പിന്നെ നമ്മളിത് യൂസ് ചെയ്യുന്നത് കേക്കിൻ്റെ സൈഡിൽ ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഡിസൈൻ കൊടുക്കാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് ഷാർപ്പ് എഡ്ജ് കിട്ടാനൊക്കെ ഈ ഒരു സ്ക്രാപ്പേഴ്സ് ഹെൽപ്പ് ചെയ്യും. ഇതിപ്പോൾ ഞാൻ ഈ 3 സ്ക്രാപ്പേഴ്സും 3 ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് സെറ്റായിട്ട് വാങ്ങാൻ കിട്ടും. ഇനി അടുത്തതായി വേണ്ടത് ഈ ഒരു സംഭവമാണ്. ഇത് അങ്ങനെ നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല, ഇതൊരു ടിപ്പ് പോലെ കൂട്ടിയാൽ മതി. ഇതിപ്പോൾ മോൻ്റെ ഹോസ്പിറ്റൽ കാർഡാണ്, അപ്പോൾ ഡേറ്റ് കഴിഞ്ഞതാണ്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് മേലത്തെ ഈ കേക്ക് ഫ്രോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ചെറിയ ചെറിയ പാടുകൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് മായ്ച്ച് കളയാനായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ ഈ കാണുന്നതാണ് ടൂത്ത് പിക്ക്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി നമ്മൾ നടുഭാഗം ഒന്ന് കുത്തി നോക്കില്ലേ, അതിന് വേണ്ടിയിട്ടാണ്. ഈ കാണുന്നതാണ് നോസിൽസ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്രോസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കേക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് കളക്ഷൻ ഉണ്ട്, അതാണ് ഈ കാണുന്നത്. ഇതൊന്നും ഞാൻ ഒന്നിച്ച് വാങ്ങിയിട്ടുള്ളതല്ല, പലപ്പോഴായിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ ഈ നോസിൽസ് വാങ്ങുമ്പോൾ സെറ്റായിട്ട് വാങ്ങുന്നതിനെക്കാട്ടിലും നല്ലത് സെപ്പറേറ്റ് ഓരോന്നായിട്ട് വാങ്ങുന്നതാണ്. ഇപ്പോൾ നമ്മളൊരു കേക്ക് സെയിൽ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വെയിറ്റിംഗ് മെഷീൻ നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതായത് നമ്മൾ കേക്ക് റെഡിയാക്കി കഴിഞ്ഞിട്ട് ഇതിൻ്റെ മേലെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കേക്കിൻ്റെ വെയിറ്റ് അറിയാനായിട്ട് പറ്റും.
ഈ കാണുന്നതാണ് പൈപ്പിംഗ് ബാഗ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ഒരു ബാഗിൻ്റെ അറ്റഭാഗത്ത് കട്ട് ചെയ്തിട്ട് നോസിൽ ഫിറ്റ് ചെയ്തിട്ട് അതിലോട്ട് ക്രീം ഇട്ടിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഈ കാണുന്ന ഒരു ടൂള് നമ്മൾ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് വൈറ്റ് ഫോറസ്റ്റ്, ബ്ലാക്ക് ഫോറസ്റ്റ് ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. നമ്മളൊരു കേക്ക് ഐസിങ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ടേൺ ടേബിൾ വളരെ അധികം ഹെൽപ്ഫുള്ളാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ കറക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഐസിങ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ കേക്ക് ബേക്കിംഗ് ഒരു പാഷനാക്കി എടുത്തിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള ടേൺ ടേബിളാണ് എപ്പോഴും നല്ലത്. ഞാൻ ആദ്യം കാണിച്ച പോലത്തെ ടേൺ ടേബിൾ വല്ലാതെ സ്പീഡിലൊന്നും കറങ്ങില്ല. പക്ഷേ ഇത് കണ്ടില്ലേ, നല്ല സ്പീഡിൽ കറങ്ങും. ഇതിനെക്കാട്ടിലും സ്പീഡിൽ നല്ല പ്രൊഫഷണൽസ് യൂസ് ചെയ്യുന്ന ടേൺ ടേബിളുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതായാലും മതി. അതിന് 1500 ആ ഒരു റേറ്റ് വരുന്നുണ്ട്. ഇതിന് എനിക്ക് വന്നത് 1000 ആ ഒരു റേറ്റാണ് കേട്ടോ. ഈ കാണുന്നതാണ് കേക്ക് ബേസ്. ഇത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അല്ലേ. ഇത് നമ്മൾ കേക്കിൻ്റെ മെറ്റീരിയൽസൊക്കെ വാങ്ങുന്ന ഷോപ്പിൽ 1/2 kg തൊട്ടുള്ള കേക്കിൻ്റെ ബേസുകൾ അവൈലബിൾ ആണ്. ഇതൊരിത്തിരി കട്ടി കൂടുതലുള്ള കേക്ക് ബേസാണ്. ഇത് നമ്മൾ ടയർ കേക്കിനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ടയർ കേക്ക് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് വെയിറ്റ് കൂടിയ ടൈപ്പാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു കേക്ക് ബേസ് കേട്ടോ. നോർമൽ കേക്ക് ബേസ് 20 to 30 റുപ്പീസ് റേറ്റ് വരുമ്പോൾ ഈ ഒരു കേക്ക് ബേസിന് +100 ആണ് വരുന്നത്. ഈ കാണുന്നതാണ് കേക്ക് ടോപ്പേഴ്സ്. നമ്മൾ അധികം ഭംഗിയില്ലാത്തൊരു കേക്കാണ് ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിലും അതിൻ്റെ മേലെ നല്ല ഭംഗിയുള്ളൊരു കേക്ക് ടോപ്പർ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കേക്കിനൊരു പ്രത്യേക ഭംഗി വരും. 3 രൂപ മുതൽ 100 രൂപ വരെയുള്ള കേക്ക് ടോപ്പേഴ്സ് നമുക്ക് നമ്മുടെ കേക്കിൻ്റെ മെറ്റീരിയൽസ് വാങ്ങുന്ന ഷോപ്പിൽ നിന്ന് വാങ്ങാൻ വേണ്ടി കിട്ടും. ബർത്ത്ഡേ, എൻഗേജ്മെൻറ്റ്, ന്യൂ ഇയർ, ക്രിസ്മസ് അങ്ങനെ ഏത് കാര്യങ്ങൾക്കായാലും നമുക്ക് കേക്ക് ഉണ്ടാക്കുമ്പോൾ അതിനനുയോജ്യമായിട്ടുള്ള കേക്ക് ടോപ്പർ വാങ്ങാനായിട്ട് കിട്ടും. ഈ കാണുന്നതാണ് നമ്മുടെ കേക്ക് ബോക്സ്. ഈ ഒരു ബോക്സിലാണ് നമ്മൾ കേക്ക് കവർ ചെയ്ത് കൊടുക്കാറുള്ളത്. കേക്ക് ബോക്സ് വാങ്ങുമ്പോൾ കേക്ക് ബോർഡിൻ്റെ സെയിം അളവിലുള്ളത് തന്നെ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കണം. രണ്ടും ഒന്നിച്ച് വാങ്ങുന്നത് തന്നെ ആയിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരാം കേട്ടോ. താങ്ക്